നമസ്കാരം. ഇന്ന് നമ്മൾ പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പെപ്പർ ചിക്കൻ നിങ്ങൾക്ക് ചപ്പാത്തി, പുട്ട്, പത്തിരി, ചോറ്, ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പൊ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം. കടു പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയുടെ ഇല. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസ്ഡ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 15 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഓപ്ഷണലാണ്. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. സവാളയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ലോണം വഴന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. ഇപ്പൊ പൊടികളുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ മസാലയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാലയായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ചിക്കനിന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് നമ്മൾ ചിക്കന്റെ അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റായി.
ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയാണ് കഴിക്കണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം. അല്ല കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു പെപ്പർ ചിക്കനിലേക്ക് വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അതിന്റെ ശരിക്കൊരു ടേസ്റ്റ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചതച്ചിട്ട് തന്നെ ചേർക്കണേ, പൊടി ചേർക്കരുത്. അപ്പോൾ ഈ വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരിക. അപ്പോൾ വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒരു മൂത്തൊരു നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നെയ്യിൽ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.